ഹായോ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് KSEBയിലേക്ക് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ PSC യോഗത്തിലാണ് ആ തീരുമാനം ഉണ്ടായത്. പക്ഷേ ഈ ഒരു തസ്തികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ബൈ ട്രാൻസ്ഫർ തസ്തികയാണ്. ബൈ ട്രാൻസ്ഫർ തസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSFBയിലെ ബൈ ട്രാൻസ്ഫർ തസ്തിക എന്ന് പറഞ്ഞാൽ KSEBയിലെ നിലവിലെ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗ്യതയിൽ പോകാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷതകൾ. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2025 സെപ്റ്റംബർ 29 ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള പരാമർശമുള്ളത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ അവസാനമായി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 34/2023 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ വന്ന വേക്കൻസികളുടെ എണ്ണം 16 എണ്ണമായിരുന്നു. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 40,975 രൂപ മുതൽ 81,630 രൂപ വരെ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അന്ന് 16 വേക്കൻസി ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന ഇപ്പോൾ തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോഴേക്കും ഈ വേക്കൻസി 80 ഉയരുകയും ഈ 80 പേരിൽ മുഴുവൻ ആൾക്കാരെ നിയമിക്കുകയും ചെയ്തു എന്നത് ഈ ഒരു പോസ്റ്റിന്റെ സവിശേഷതയാണ്. അതായത് ഇൻ സർവീസിൽ നിന്നായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫറിലൂടെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സർവീസിലുള്ള KSEB സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവുക എന്നുള്ളത്. അതിനുള്ള അവസരമാണ് നിങ്ങൾ കൈ വന്നിരിക്കുന്നത്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് യോഗ്യത എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിന്റെ യോഗ്യതയായിട്ട് അന്ന് വന്നിരുന്നത് ബിടെക് ആണ്. അത് ഇലക്ട്രിക്കൽ മേഖലയിൽ തന്നെയുള്ള ബിടെക് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള ബിടെക് ആണ്. ഇനിയും ഇത് തത്തുല്യമായിട്ട് നമുക്ക് BE വെച്ചും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ്. ഇത് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ആണ്. അതായത് സാധാരണഗതിയിൽ AE നിയമനത്തിൽ 10% ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവർക്കുണ്ട്. അത് ഈ ഒരു രീതിയിൽ തന്നെ ടെസ്റ്റിലൂടെ തന്നെ കൊടുക്കുന്ന പ്രവണതയുള്ള ഒരു പോസ്റ്റാണിത്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് എഴുതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പോസ്റ്റിലേക്ക് വരണം. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രായപരിധിയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സാധാരണഗതി PSC എക്സാമുകൾക്കെല്ലാം ഒരു ഓപ്പൺ എക്സാമിനേഷനിലൂടെ നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രായപരിധി ഉണ്ട്. എന്നാൽ AE പോസ്റ്റിലേക്ക് ബൈ ട്രാൻസ്ഫർ ആകുമ്പോൾ ഈ ഒരു പ്രായപരിധി നിങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന പ്രായപരിധിയുടെ ഒരു ബാധ്യത വരുന്നില്ല. നിങ്ങൾ KSEBയിലെ ഒരു എംപ്ലോയി ആണെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് നിർദ്ദിഷ്ട യോഗ്യത ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനിയും ഈ ഒരു പോസ്റ്റിന്റെ അവസാനമായിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം. അവസാന എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ്. അത് നോക്കുമ്പോൾ കാറ്റഗറി നമ്പർ 34/2023 എന്നതായിരുന്നു. അന്ന് DOE വന്നത് 21/11/2024 കട്ട് ഓഫ് മാർക്കായിട്ട് അന്ന് വന്നത് 40.33 ആയിരുന്നു. ഈ കട്ട് ഓഫ് മാർക്ക് പ്രകാരം ആ എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ എഴുതി മേടിച്ച മാർക്ക് എന്ന് പറയുന്നത് 68 മാർക്കായിരുന്നു. ഇനിയും കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 80 പേരായിരുന്നു. അഡ്വൈസ് പൂർണ്ണമായിട്ടും പോയത് 80 ആയിരുന്നു. ഈ ഒരു ജനറൽ കാറ്റഗറിയുടെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 80 പേരെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 80 പേരെ എടുത്തു. 40.33 മാർക്കാണ് കട്ട് ഓഫ് വന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഒരു ഓപ്പൺ മെറിറ്റ് എക്സാമിനേഷനിലൂടെ കയറുന്നതിനേക്കാളും എത്ര എളുപ്പമാണ് ഒരാൾക്ക് നിയമനം കിട്ടുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം സർവീസിലുള്ളവർക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഈ വന്നിരിക്കുന്നത്. നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബിടെക് അല്ലെങ്കിൽ BE യോഗ്യതയുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തസ്തികയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളത്. അതിലേക്ക് ജോലിയോടൊപ്പം തന്നെ തയ്യാറെടുത്ത് ഒരു നല്ല പോസ്റ്റിലേക്ക് മാറാനുള്ള സുവർണ്ണ അവസരമാണ് നിങ്ങൾക്കായി വന്നിരിക്കുന്നത്. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു കോഴ്സ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുകയാണ്. നമ്മുടെ കോഴ്സുകൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അതിൽ ജോയിൻ ചെയ്യുവാനും ഒപ്പം പഠിക്കുവാനും കഴിയും. നമ്മുടെ കോഴ്സുകൾ ലൈവായിട്ടും ഒപ്പം തന്നെ റെക്കോർഡായിട്ടും ലഭിക്കുന്നു എന്നതും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാമെന്നുള്ളതും ടെസ്റ്റ് സീരീസുകൾ ഉൾപ്പെടെയുള്ളത് നിങ്ങളുടെ സമയപരിധിക്കുള്ളിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ജോലിയോടൊപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഉയർന്ന ശമ്പളത്തിൽ അഭിമാനകരമായ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് എത്താനുള്ള സുവർണ്ണ അവസരമാണ് നിങ്ങൾ ഈ കോഴ്സ് എടുക്കുന്നവരോട് നിങ്ങൾക്ക് കൈവരാൻ പോകുന്നത്. കോഴ്സിനെ പറ്റി അറിയുന്നതിനും ജോയിൻ ചെയ്യുന്നതിനുമായി താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇലക്ട്രിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ 14/11/2025 വരാൻ പോകുന്നത്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള കോഴ്സും ഏണസ്റ്റ് അക്കാഡമിയിൽ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട 2 പോസ്റ്റുകളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. കൃത്യവും വ്യക്തമായ ഒരു പഠന മാതൃക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസേന ഈ 2
തസ്തികയിലും ജോലി നേടാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പോസ്റ്റിലേക്കും വിശദ വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.